കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി കേട്ടോ നാളത്തെ വിശേഷമായിട്ട് പറയണേ. അപ്പൊ ഇന്നത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് ആകെപ്പാടെ സങ്കടപ്പെട്ട് ശ്രുതി ഇരിക്കുകയാണ്. ശ്രുതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മീര. ക്ഷേത്രത്തിലേക്ക് വന്നെങ്കിലും ശ്രുതിയുടെ മനസ്സ് ശാന്തമാകുന്നുണ്ടായിരുന്നില്ല. ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് പോയതിനു ശേഷം ശ്രുതി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടപ്പം മീര പറഞ്ഞു, നീ ഇങ്ങനെ കരയാതിരിക്കുക, ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അവരാരെങ്കിലും അകത്തേക്ക് പെട്ടെന്ന് കയറി വന്നാലോ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം നവീന്റെ ഫോണിലേക്ക് നവീന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, എന്തായ കാര്യങ്ങളൊക്കെ മച്ചാനെ, കല്യാണം അങ്ങോട്ട് പോയെന്ന് ചോദിക്കുകയാണ്. ഇല്ലടാ പോയില്ലടാ, പോകാൻ തുടങ്ങുന്നുള്ളൂ, ടാക്സി വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ ടാക്സി വരുമെന്ന് പറയാം. ശരി അവിടെ ചെന്നിട്ട് നീ വിളിക്കണം കേട്ടോ എന്ന് പറയാം. ശരി ഓക്കെ ബൈഡാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യണം. എടി ശ്രുതി, ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിനൊരു തീരുമാനമായിടി. നീ എന്നെ ചതിച്ചല്ലേ, എനിക്കിട്ട് പണി തന്നു, എന്റെ കുടുംബം ഇല്ലാതാക്കി, എന്റെ ജോലി കളഞ്ഞു, പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നുണ്ടോ? നീ ഒരുങ്ങി അടിച്ചിരിക്കുക, നിന്നെ കാണാനായിട്ട് ഞാൻ വരുന്നുണ്ട്, ആ ഒന്നൊന്നര വരവായിരിക്കുമെന്ന് നവീൻ പറയുവാണ്. ഈ സമയത്ത് മാല കെട്ടിക്കൊണ്ടിരുന്ന രേവതിയോട് ലക്ഷ്മിയമ്മ ചോദിച്ചു, മോളെ നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയോ, അകത്ത് പോണ്ടേ, അവിടുത്തെ വീട്ടിലെ കല്യാണം എല്ലാം നടക്കണേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാടില്ലേ, ഞാൻ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് തീർത്താമേ, അകത്ത് വന്ന് രാവിലെ പണികളൊക്കെ ചെയ്ത് തീർത്തായിരുന്നു, ഇനിയിപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് പറയാം. എന്നാലും നീ ഇവിടെ ഒന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേങ്കില് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, എന്നെ കാണുന്നതായിരിക്കും ചിലപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തേന്ന് പറയാം. ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ വന്നിട്ട്, മോളെ നീ സച്ചിനെ വിളിച്ചാരെന്ന് ചോദിക്കുക. ഇല്ല അച്ഛാ, ഒന്നൊന്ന് വിളിച്ചേ, അവന്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല, അവൻ എപ്പോഴും ഏത് സമയം വരുന്നത്, മുഹൂർത്തത്തിന് മുമ്പും കൂടെ എത്താൻ പറയണം. ശരി അച്ഛാ, ഞാൻ വിളിക്കാന്ന് പറയാണ്. അപ്പൊ അശോകം വന്നിട്ട് ചോദിച്ചു, അല്ല അവൻ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കണം. സച്ചിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു അശോക, അതുകൊണ്ടാന്ന് പറയണം. അല്ല എങ്ങനെയായി PF കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്കും. എന്ത് പറയാനാ, നടന്ന് മടുത്തു, വിട്ടുകൊടുക്കാൻ ഞാനും ഒരുക്കുമല്ല, ഞാൻ കേസ് കൊടുക്കുന്നവൻ അങ്ങനെ നടക്കുന്നു, ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ലേ, അത് ചുമ്മാ കൊണ്ടേ കളയാനായിട്ട് എനിക്ക് പറ്റുമല്ലോ, എന്ത് കേസ് കൊടുത്തിട്ടാളെ ശരി, PF ഞാൻ സ്വന്തമാക്കുമെന്ന് പറയാണ്. ഈ സമയം രേവതി അങ്ങോട്ട് മാറി നിന്ന് സച്ചിനെ ഫോൺ ചെയ്യണം. സച്ചിനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, അല്ല എവിടെയാന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഓട്ടം ഉണ്ടെന്ന്, ഞാൻ ഓട്ടം പോയിക്കൊണ്ടിരിക്കുക, ആളെ എടുക്കാൻ പോവാന്ന് പറയണം. ശരി നേരത്തെ വന്നേക്കണം എന്ന് പറയണം. എന്താ കല്യാണമൊക്കെ ഓക്കെ, കല്യാണപ്പെണ്ണ് വന്നോന്ന് ചോദിക്കാം. വന്നു, അങ്ങനെ വരാൻ വഴിയുള്ളതല്ലല്ലോ, പിന്നെന്തോ പറ്റി? നടക്കട്ടെ, കല്യാണം നടക്കട്ടെ, നമ്മുടെ ആഗ്രഹം അതല്ലേ, പിന്നെ അത് നിന്റെ ആഗ്രഹമായിരിക്കും, എനിക്കത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. നിന്നെ കതിർമണ്ഡപത്തിൽ ഇട്ടിട്ട് ഓടിപ്പോയവനല്ലേ അവന് ആ വിഷം മനസ്സിലാണെങ്കിൽ അവനും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണം, അവനിട്ട് ഒരു പണി കിട്ടണം, വരാതിരുന്നാ മതിയായിരുന്നു ആ പെണ്ണെന്ന് പറയാം. അങ്ങനെ പറയല്ലേ, എത്രയും പെട്ടെന്ന് പോവാ. അല്ല നീ വല്ല ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? ഞാൻ രാവിലെ കഴിച്ചിട്ടോ, കഴിച്ചില്ല കഴിക്കണം കേട്ടോ, എനിക്കറിയാം നീ രാവിലെ തൊട്ട് ഈ ഓടി അലച്ചിൽ മാത്രമേ ഉള്ളൂ, ഫുഡ് കഴിക്കാൻ നേരാൻ വേണം കാണത്തില്ല, എന്തേലും ഒന്ന് തല ഇറങ്ങി വീണാലേ നോക്കാനായിട്ട് ആരും കാണത്തില്ല, അറിയാലോ. അവന്റെ കല്യാണത്തിന് ഓടി അലക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ അവന്റെ അമ്മയുണ്ടല്ലോ അവരങ്ങോട്ട് ചെയ്യട്ടെ എന്ന് പറയാം. ശരി നേരത്തെ വരാൻ പറഞ്ഞിട്ട് രേവതി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം അകത്ത് തിരുമേന്റെ അടുത്തേക്ക് എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോന്ന് ചന്ദ്രമതി ചോദിക്കണം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രേവതി മോള് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ട് വന്നു. എന്നിട്ട് ചന്ദ്രമതി ചോദിച്ചു, അല്ല ഇതെന്താ ആൾക്കാരെ ഒന്നും കാണുന്നില്ല, കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ എന്ന് ചോദിക്കുക. ഒരു നിമിഷം ചന്ദ്രമതിയിൽ ഒരു പതർച്ച ഉണ്ടായി. അല്ല അത് പിന്നെ ഞാൻ എന്താ ഓഡിറ്റോറിയത്തിലാണല്ലോ കഴിഞ്ഞ തവണ വെച്ച, ഈ തവണ എന്താ ക്ഷേത്രത്തിലേക്ക് മാറ്റിയെന്ന് ചോദിക്കാം. ഭാമ പെട്ടെന്ന് പറഞ്ഞു, അതെ കഴിഞ്ഞ പ്രാവശ്യം കല്യാണം മുടങ്ങിയതുകൊണ്ട് ഈ തവണ ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തന്നെ തീരുമാനിച്ചു, ശ്രുതിക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടണമെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് നടക്കണം പോലും. ഓഹോ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നല്ല വിവാഹ ജീവിതം അല്ലായിരുന്നോ, നല്ല ബന്ധം അല്ലായിരുന്നോ എന്ന് ചോദിക്കോ. ഒരു നിമിഷം ഞെട്ടിപ്പോയി. അല്ല ഇത്തവണയെങ്കിലും കല്യാണം നടക്കുവോ ചന്ദ്രചേച്ചിന്ന് ചോദിക്കുകയാണ്, അതോ ആ സമയം അവൻ ഓടിപ്പോന്ന് ചോദിക്കുക. പെട്ടെന്ന് ബാം പറഞ്ഞു, ഈ തവണ നടക്കും, നിങ്ങളിത് അപ്പുറത്തേക്ക് എല്ലാം പറയണം. ചന്ദ്രമതി ആകെപ്പാടെ നാണം കെട്ട് തല ഒണിച്ചിരിക്കുകയാണ്. ബാം പറഞ്ഞു, നീ അതൊന്നും കാര്യമാക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഓടിപ്പോയതല്ലേ ശ്രുതി, ആ ഒരു രീതി തന്നെ ആൾക്കാരല്ലേ അവനെ കാണുള്ളൂ, ആൾക്കാർക്ക് ഒരു ടെൻഷൻ കാണും ഈ തവണ കല്യാണം മുടങ്ങുമെന്നല്ലേ, അതുകൊണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയണത്, ഇനിയിപ്പോൾ അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ടവര് പറഞ്ഞിട്ട് പോട്ടെ, നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. എന്നാലും ബാമേ ഒരെന്നാലും ഇല്ല, നിനക്ക് ശ്രുതിയെപ്പോഴൊരു മരുമോളെ കിട്ടിയില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ആ വിവാഹം നടന്നായിരുന്നെങ്കിലോ? അത് ശരിയാ, ഒരു പക്ഷേ ആ വിവാഹം മുടങ്ങിയ നല്ല കാര്യമെന്നാണ് ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഈ സമയം ശ്രുതി ആകെപ്പാട് ടെൻഷനിലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയില്. ശ്രുതി മീരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ശ്രുതിയെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറയാം. കൊള്ളാം, നല്ല കഥയെ, എന്നാ ഇപ്പൊ നീ ഒന്ന് വിളിച്ച് സംസാരിക്കേ. അല്ല അത് പിന്നെ നീ എന്താ വിളിച്ചിട്ട് പറയാൻ പോന്നെ, എന്റെ വിവാഹം കഴിഞ്ഞാന്നും ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ. നീ എന്ത് ഭാവിച്ചാ എന്റെ ശ്രുതി
കല്യാണത്തിന് കുറച്ച് സമയം കൂടെ മാത്രം ആക്കിയുള്ളൂ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ് കല്യാണം മുടങ്ങിയിട്ടുണ്ട്, പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാവോ? പക്ഷെ എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. ഈ സമയം സുധി വേറൊരു കോളിലായിരുന്നു. കൂട്ടുകാരനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് സുധിയുടെ കോൾ വരുന്നത്. എടാ ഞാൻ പിന്നെ വിളിക്കട്ടെ, അത് അർജന്റ് കോൾ വരുന്ന പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് സുധിയുടെ കോൾ എടുക്കുക. അല്ല ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുവാണ് സുധി. ഞാൻ വീട്ടിലോ? ഒരു നിമിഷം ഞെട്ടിപ്പോ. എന്റെ ദൈവം, ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയതാണോ? ഞാനിവിടെ കല്യാണം ഇവിടെ ക്ഷേത്രത്തിൽ തന്നെയുണ്ട്, ഞാൻ പിന്നെ അങ്ങോട്ട് പോകാനാന്ന് ചോദിക്കുകയാണ്. കല്യാണം അല്ലേ, ആ കാര്യം അങ്ങ് മറന്നു പോയെന്ന് ചോദിക്കുക. അല്ല ഞാൻ അങ്ങനെയല്ല, കാര്യം എന്താ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയുന്നവരാണ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സുധിയോട്. സംസാരിക്കാനോ? പറഞ്ഞു. ഇപ്പോഴെല്ലാം പറഞ്ഞു. ഇനിയിപ്പോ വൈകുന്നേരം സംസാരിക്കാൻ സമയമില്ലോ എന്ന് പറയാം. ഇത് ലൗഡ് സ്പീക്കറിലായിട്ട് ഇട്ടിരുന്നത്. ഇത് കേട്ട മീര പറഞ്ഞു, ഓ ഒരു അസ്ഥാനത്തെ ഒരു കോമഡി പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു. ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കോമഡി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അല്ല ശ്രുതിക്ക് സമയമുണ്ടോ? എനിക്ക് സമയമൊക്കെ ഉണ്ട്, പറഞ്ഞോളാൻ പറയാണ്. ഇങ്ങനെ അതെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രുതി ശ്രദ്ധിച്ച് കേട്ടിട്ട് എനിക്കൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പോഴാണ് മോളെ ശ്രുതിന്നൊരു വിളിയൊച്ച കേട്ട. ചന്ദ്രമതിയുടെ വിളിയായിരുന്നു. മുറിയിലേക്ക് വന്ന് കഥയെ മുട്ടുവാണ്. പെട്ടെന്ന് അത് കറണ്ട് പോയതാട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ ആയതുകൊണ്ട് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് വീഡിയോസ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി താമസമൊക്കെ വരുന്ന കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും പറഞ്ഞ് അങ്ങനെ ചന്ദ്രമതി വന്ന് കഥയെ മുട്ടുവാണ്. കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രുതി പെട്ടെന്ന് ഫോണ് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തിട്ട് കഥ തുറന്നു കഴിയുമ്പോൾ ചന്ദ്രമതി ഭാമയുണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന് ഉടുക്കാനുള്ള സാരിയൊക്കെ ആയിട്ട് വന്നേ. ആ കൂടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ മോളെ, ഇത് പെട്ടെന്ന് റെഡിയാവാൻ പറയാണ്. അതങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ശ്രുതി അത് വാങ്ങിയിട്ട് ചന്ദ്രമതിയുടെ കാലിൽ വീണ് കരയുവാണ്. അനുഗ്രഹം മേടിക്കുകയാണ്. മോളെ എഴുന്നേറ്റേ എന്നും പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചും കൊണ്ട് എഴുന്നേപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കും. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല. മോളുടെ കണ്ണൊക്കെ എന്താന്ന് അറിഞ്ഞു വന്നിരിക്കുന്നേ? ഒന്നുമില്ല എന്ന് പറയാണ്. അല്ല മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഉറങ്ങിയില്ലേന്ന് ചോദിക്കണം. അത് ആൻറ്റി ഇന്ന് കല്യാണമൊക്കെ അല്ലേ, അതുകൊണ്ട് ശരിക്കും ഉറങ്ങിയില്ലായിരുന്നു മീര പറയണം. ഓ അതാണോ? ഞാനങ്ങോട്ട് പേടിച്ചു പോയി. പിന്നീട് ബാമേനെ നോക്കുകയാണ്. കണ്ടില്ലേ എൻ്റെ മോൾക്ക് എന്തൊരു ഇഷ്ടമാണ് എന്നോട്, എൻ്റെ കാല് വീണ അനുഗ്രഹം വാങ്ങിച്ചില്ലേ? അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയോട് കൂടി ബാമേനെ നോക്കുകയാണ്. പിന്നീട് അവിടെ അങ്ങനെ ഇറങ്ങുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു, കണ്ടോ പാവം എൻ്റെ മോള് എന്ത് സ്നേഹമാണെന്ന് നോക്കി എന്നോട്. ബാബ പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാണ്ട് നീ പുണ്യം ചെയ്യണം ചന്ദ്രയെന്ന് പറയാണ്. ഈ സമയം മീര പറഞ്ഞു, നിന്റെ അഭിനയം പൊളിയായിട്ടുണ്ട് കേട്ടോ, നീ എങ്ങനെ കയ്യിലെടുക്കുന്നു? കാലെ വീണ് അനുഗ്രഹം മേടിക്കുന്നു പോലും. ശരിക്കും അതല്ല, അഭിനയിച്ചല്ല, ഇത് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള. എനിക്ക് സങ്കടം വന്ന അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാന്ന് പറയണം. എന്തിന്? അല്ല ഞാൻ തെറ്റാണല്ലോ ചെയ്യുന്നേ, അതുകൊണ്ടാന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യ, നീ ശ്രുതിയോട് പോയി പറ, എനിക്കൊന്ന് കാണണം, എനിക്ക് അത്യാവശ്യം അടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, ഒന്ന് വിളിച്ചോണ്ട് വരാമെന്ന് ചോദിക്കണം. ഞാനോ? അല്ലാതെ പിന്നെ ഒന്ന് പോയിട്ട് വന്ന് പറയണം. ഞാൻ ഈ തവണ അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കില്ലേ, നീ പോയിട്ട് വരാൻ വേണം. ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞൊരു മീര അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രുതിയുടെ ഫോൺ ബെല്ലടിച്ചു. നോക്കുമ്പോൾ അമ്മയാ. എന്താ ഈ സമയത്ത് വിളിച്ചേന്ന് ചോദിക്കുക. അല്ല മോടെ കല്യാണമല്ലേ, മുഹൂർത്തത്തിന് തൊട്ട് മുമ്പൊന്നും വിളിച്ചാ. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ല എന്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന്. അതെങ്ങനെയാ? പറഞ്ഞ പോലെ അനുസരിക്കോ? അങ്ങനെ അനുസരണ ഉണ്ടായിരുന്ന എന്നെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? അത് മാത്രല്ല, വന്നിട്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടോ നേരെ രേവതിയുടെ വീട്ടിലേക്ക് പോയി കയറി. അതിന് മോളെ എന്താ ഇപ്പൊ പ്രശ്നം ഉണ്ടായത്? അവര് കണ്ടുപിടിച്ചൊന്നുമില്ല. കണ്ടുപിടിച്ചില്ല പോലും. മനുഷ്യന് സമാധാനക്കേട്. 17 വയസ്സുള്ളപ്പോ എന്നെ പിടിച്ച് നിങ്ങളൊരു കിളവിന് കെട്ടിച്ചു കൊടുത്താ. അന്നോട്ടൊരു കൊച്ചുണ്ടായി. അന്നോട്ട് എന്റെ ജീവൻ നശിച്ചു പോയതാ. പിന്നെ എനിക്കൊരു ജീവിതമാണെങ്കിൽ ഞാനായിട്ട് കണ്ടുപിടിച്ചാ. ഇതും കൂടെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പില്ല. മോളെ ഞാൻ അറിഞ്ഞോണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലോ. നിങ്ങൾ അറിഞ്ഞോണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്റെ വീടിന്റെ പരിസരത്ത് പോലും നിങ്ങളെ കണ്ടുപോയേക്കല്ലേ. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. ഇനി ഈ കല്യാണം കൂടെ മുടങ്ങി എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയില്ല. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. മേലെ ഇങ്ങോട്ട് വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞ് ഫോണും കൂടെ കട്ട് ചെയ്യുകയാണ്. ഈ സമയം സുധിയുടെ മുറിയുടെ മുന്നിലെത്തിയ മീര അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സുധി ഡ്രസ്സ് മാറുമായിരുന്നു. പെട്ടെന്ന് എന്താ കയറി വന്നതെന്ന് ചോദിക്കണം. അല്ല എനിക്ക് അല്പം സുധിയോട് സംസാരിക്കാൻ ഈ സമയത്താ. എന്റെ കല്യാണം അതൊക്കെ എനിക്കറിയാം, അത്യാവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ടാ സംസാരിക്കുന്നത്. അതെ ഒന്ന് പുറത്തേക്ക് വരാമെന്ന് ചോദിക്കണം. പുറത്തേക്ക് വരാൻ ഇപ്പോഴാ? അതെ വന്നേ പറ്റുള്ളൂ എന്ന് പറയണം. അതെ പെട്ടെന്ന് പറഞ്ഞു, അതെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്റെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ. മീരയ്ക്ക് മനസ്സിലായി. മീര പറഞ്ഞു, ശ്രുതി ഞാൻ വേറെ രീതിയിൽ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എനിക്കല്ല സംസാരിക്കാനുള്ളത് ശ്രുതിക്കാണ്. ഓ ശ്രുതിക്കാണോ? ആ എന്നാ ശരിയെന്ന് പറയുമ്പോഴത്തേനുമാണ് അങ്ങോട്ട് ചന്ദ്രമതിയും ഭാമയും കിടന്നിരുന്നത്. നീ ഇതുവരെയായിട്ട് ഒരുങ്ങിയില്ലെന്ന് ചോദിക്കുക. അല്ലമ്മേ ഞാനിത്. നീ എന്താ എവിടെ എന്ന് മീരയോട് ചോദിച്ചു. അല്ലാതെ ഞാൻ ശ്രുതിയോട് സംസാരിക്കാൻ. നിനക്ക് എന്ത് സംസാരിക്കാനുള്ളേ? അവന്റെ കല്യാണോ? ആ സമയത്ത് നിനക്ക് എന്താ മുറിക്കാര്യം? ഇറങ്ങി പോകാൻ പറയണം. അല്ലാതെ ഞാൻ ശ്രുതിയോട്
ശ്രുതിക്കാ സംസാരിക്കാനുള്ളതെന്ന് പറയാ. അതെ, സംസാരമൊക്കെ ഇനി പിന്നെ ഇപ്പൊ കല്യാണം നടക്കാൻ പോലെ കല്യാണത്തിന് ശേഷം അവര് സംസാരിച്ചോളൂ. നീ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറയണം. അങ്ങനെ മീരനെ അവിടെ നിന്ന് ഇറക്കി വിടുക. ഈ സമയത്ത് സുധിയോട് നീ എന്ത് കണ്ടോണ്ട് നിൽക്കുക? ഒരുങ്ങാളന്. അല്ലമ്മേ, മീര കയറുന്ന എന്തോ പറയാണ്ടതോ. ഇനി കൂടുതൽ പറച്ചിലും ചോദ്യമൊന്നും വേണ്ട. നിന്റെ കല്യാണം കുറച്ച് സമയത്തിനുള്ളിൽ ആ ഓർമ്മ നിനക്ക് വേണം. പറഞ്ഞേക്ക് ഓർമ്മ ഉണ്ടല്ലോ എന്ന് പറയാം. ശരി. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് കടന്നങ്ങോട്ട് പോവാണ്. പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് മീര ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആകെപ്പാട് ടെൻഷനായി പോയി ശ്രുതിക്ക്. ശ്രുതി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നുള്ള. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവെന്ന് പറയാം. ഒരു കാര്യം ചെയ്യ, നീ ഫോണെങ്കിലും വിളിച്ച് പറ. ഇനി ഫോൺ വിളിച്ച് പറയേ നിവൃത്തിയുള്ളതെന്ന് പറയണ്ട. പക്ഷെ എങ്ങനെയാ ഫോൺ വിളിച്ച് പറയുന്നേ? ഫോൺ വിളിച്ച് പറയുമ്പം ചിലപ്പം ശ്രുതി ഇനിയിപ്പോൾ എന്താ പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് ടെൻഷൻ ആണെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം. ഇതെല്ലാം ഞാൻ നോക്കണം, നിനക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ലെന്ന് പറയണം. ഈ സമയത്ത് രേവതി വീണ്ടും സച്ചിനെ ഫോൺ ചെയ്യണം. നീ എന്തിനാ ഇപ്പോഴും വിളിക്കുന്ന ഇങ്ങോട്ട്? മുമ്പ് എന്ന് വിളിച്ചിട്ട് വെച്ചല്ലേ ഉള്ളൂ. അല്ലൊരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. എന്താ? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് ഏർപ്പാടാക്കിയോ? അച്ഛൻ പറഞ്ഞിട്ട് വിളിച്ചല്ല, ഞാനിതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വിളിക്കുന്ന. സ്വന്തം ഇഷ്ടപ്രകാരോ? എന്താ കാര്യം? എന്താ? അല്ലാതിപ്പം നിങ്ങളുടെ ഏട്ടന്റെ കല്യാണമാണോ? അതിനിപ്പോ എന്താ ചെയ്യണേ? കല്യാണം, അവന്റെ കല്യാണം ആദ്യത്തെ കല്യാണം അല്ല, രണ്ടാം കല്യാണമാണല്ലോ. അതൊക്കെ പോട്ടെ. കല്യാണം ആകുമ്പോ എന്തേലും നമ്മുടെ ഭാഗത്ത് നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ? എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാ അവന്? കൊള്ളാം, നല്ല കഥയായിപ്പോയി. അവൻ ഇങ്ങോട്ടാ പൈസ തരണ്ടേ? 19 ലക്ഷം രൂപ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് മുങ്ങിയതാ. എന്നിട്ട് യാതൊരു ഉളുപ്പില്ലാതെ അവൻ നടക്കുക. എന്നിട്ട് ഇവന് ഞാൻ ഇന്ന് കല്യാണത്തിന് ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചു കൊടുക്കണം അല്ലേ? അങ്ങനെയല്ലല്ലോ. ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും? ആൾക്കാരുടെ ഒക്കെ ഞാൻ പറഞ്ഞോളാം. ഇനിയിപ്പൊ അമ്മ വല്ലതും പറഞ്ഞു നോക്കുക അല്ലെ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അമ്മ ഇങ്ങനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ കുഴപ്പം? നാട്ടുകാരെ നീ പേടിക്കണ്ട. അവരെന്തേലും ചോദിച്ചാൽ അവരുടെ വായ അടപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ നിനക്കറിയാലോ എത്ര രൂപ ഒരു മാസം ഉണ്ടായാലെന്ന്, എത്ര മാത്രം ഓട്ടോ ഓടിയാലെന്ന്. അതിങ്ങനെ ചുമ്മാ കണവനൊക്കെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനുള്ളതല്ല. കാര്യം പറഞ്ഞ എന്റെ ചേട്ടനാണ്. അവന്റെ കയ്യിലിപ്പ് അത്ര ശരിയല്ല. അതുകൊണ്ട് അവന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കല്യാണത്തിൽ പങ്കെടുക്കും, അത്രേ ഉള്ളൂ. അതൊക്കെ അവൻ അർഹിക്കുന്നുള്ളെന്ന് പറയാം. ശരി, എന്നാ നീ ഒരു കാര്യം ചെയ്യ, നീ അവിടെ ഇരിക്കുക, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിയേക്കാന്ന് വേണം. ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. പിന്നീട് പൂമാല കിട്ടുന്നിടത്തേക്ക് ശ്രീകാന്ത് വരികയാണ്. അപ്പൊ ദൈവമുണ്ട്, ലക്ഷ്മിയമ്മയുണ്ട്. ദൈവമായിട്ട് ചോദിച്ചു, അല്ല അതിനകത്തേക്ക് കയറിപ്പോയില്ലേ? അപ്പോൾ അടുത്ത ജോലികളൊക്കെ കഴിഞ്ഞു, ഇനി ഇപ്പൊ പെണ്ണും ചെറുക്കനും തമ്മിലുള്ള കല്യാണം അതുകൂടെ കണ്ടാൽ മതി എന്ന് പറയാ. അല്ല എന്നാ ഒരു കാര്യം ചെയ്യാം, മോൻ അങ്ങോട്ട് ചെല്ലാനായിട്ട് ലക്ഷ്മിയമ്മ പറയാ. അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പൂമാലയൊക്കെ കിട്ടുന്ന കണ്ട് നിന്നോളാം എന്ന് പറയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണോ മാല കിട്ടുന്ന കാണാനായിട്ട്? ഇഷ്ടമൊക്കെ തന്നെ, നമ്മളെല്ലാ ജോലിയും പഠിച്ചു വെക്കണ്ടേന്ന് ചോദിക്കുവോ? ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ശ്രീകാന്ത് പെട്ടുപോകുമല്ലോ. ഇനിയിപ്പോ ശ്രീകാന്ത് കല്യാണം കഴിച്ച് വന്നു കഴിയുമ്പോൾ തന്നെ ശ്രീകാന്തിന് ഭാര്യയ്ക്ക് മുല്ലപ്പൂ വെക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിന് ഡെയിലി കടയിൽ നിന്ന് മുല്ലപ്പൂ മേടിക്കേണ്ടി വരുമല്ലോ എന്ന് പറയാം. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ മാല കെട്ടാൻ അറിയുന്നൊരു പെണ്ണെ കല്യാണം കഴിച്ചോളാം, അതോട് തീർന്നില്ലേന്ന് ചോദിക്കണം. അത് കൊള്ളാം. പിന്നീട് എന്തൊരു കാര്യം ചെയ്യേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ചേച്ചി വീട്ടിലുണ്ടല്ലോ, എന്റെ ചേച്ചി നല്ല അസലായിട്ട് പൂമാല കിട്ടുന്ന, അതൊക്കെ എനിക്കറിയാം. അതിപ്പോ ദേവു പറയേണ്ട ആവശ്യമില്ല ചേച്ചി മാല കിട്ടുമെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമെന്ന് പറയാം. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയമ്മയുടെ ഉള്ളിലൊരു ആന്തല. ശ്രീകാന്തും ദേവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ ഭഗവാനെ, ഇനി ഇവർക്ക് വലിയ ഇഷ്ടം തോന്നി പോവോ? അങ്ങനെ വന്നാൽ തീർന്നു. അതോടുകൂടി ചന്ദ്രമ തന്റെ മൂത്ത മോളെയും കൂടെ അടിച്ചിറക്കും ആ വീട്ടിൽ നിന്ന്. അതൊക്കെ ഓർത്തപ്പം ലക്ഷ്മിയമ്മയുടെ സമാധാനം പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. അപ്പൊ ഇനിയിപ്പം ശ്രുതിയോടെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രുതി എന്റെ വിവാഹം കഴിഞ്ഞാന്ന് ഒരു കുഞ്ഞൊക്കെ ഉണ്ടെന്നൊക്കെ. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ തകർന്ന് തരിപ്പണമായി പോവാ ശ്രുതി. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നിനി. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.